കണ്ണൂരിലേക്കാണ്. ആർളം ഫാമിൽ ഭീതി പടർത്തിയ KM1 എന്ന മോഴയാനയെ ഉടൻ മയക്കുവെടി വെച്ച് പിടികൂടും. സർക്കാർ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ കണ്ണൂർ നോർത്തേൺ സർക്കിൾ ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്ററാണ് സമയം നിശ്ചയിക്കേണ്ടത്. നാളെയോ മറ്റന്നാളോ ഇത് സംബന്ധിച്ച് അന്തിമ തീരുമാനമുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ആനയെ പിടികൂടിയതിനു ശേഷം റേഡിയോ കോളർ ഘടിപ്പിച്ച ജനവാസ കേന്ദ്രങ്ങളിൽ നിന്ന് അകലേക്ക് വിടാനാണ് ഉത്തരവ്. ശരത് SS ആണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. ശരത്ത്, ഈ ഉത്തരവ് ലഭിച്ചാലുടൻ ഈ മോഴയാനയെ പിടികൂടാനുള്ള നടപടികൾ ആരംഭിക്കും എന്നാണോ മനസ്സിലാക്കുന്നത്? എന്തൊക്കെയാണ് വിവരങ്ങൾ? 2008 മുതൽ ആറളം മേഖലയിൽ ഇറങ്ങുന്ന ആനക്കൂട്ടങ്ങളിലെ ഏറ്റവും വലിയ മോഴയാണെന്ന് KM1 എന്നുള്ളത്. അത് ഇത്തരത്തിൽ ജനങ്ങൾക്കും പ്രദേശത്തെ മറ്റ് പ്രതിരോധ നിർമ്മിതികൾക്കുമൊക്കെ തന്നെ വലിയ ഭീഷണിയാണ്. പലപ്പോഴും ഇത് ആക്രമിച്ച് നശിപ്പിക്കുന്ന സംഭവങ്ങളൊക്കെ തന്നെ വലിയ രീതിയിലുണ്ട്. അതുകൊണ്ട് നാട്ടുകാർ ഈ വിഷയം പലതവണ MLA ഒക്കെ തന്നെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു. എന്തായാലും ഇപ്പോൾ സ്ഥല MLA കൂടിയായ മന്ത്രി കൂടിയായ സണ്ണി ജോസഫിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയതിന് പിന്നാലെയാണ് ഇതിലിപ്പോൾ ഒരു ഇടപെടൽ വന്നിട്ടുള്ളത്. ആനയെ പിടികൂടാനാണ് ഇപ്പോൾ തീരുമാനമായിട്ടുള്ളത്. സർക്കാർ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ കണ്ണൂർ നോർത്തേൺ സർക്കിൾ ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്ററാണ് ഈ ആനയെ പിടികൂടാനുള്ള സമയം നിശ്ചയിക്കേണ്ടത്. ഇന്നിപ്പോൾ അവധി ദിവസമാണ്. നാളെയോ മറ്റന്നാളോ ആയിരിക്കും ഈ ആനയെ പിടികൂടാനുള്ള സമയം നിശ്ചയിക്കുക. പിടികൂടിയതിനു ശേഷം റേഡിയോ കോളർ ഘടിപ്പിച്ച് ജനവാസ കേന്ദ്രങ്ങളിൽ നിന്ന് അകലെയുള്ള അനുയോജ്യമായ സ്ഥലത്തേക്ക് ആനയെ വിടാനാണ് തീരുമാനമായിട്ടുള്ളത്. എന്തായാലും ആനയെ പിടികൂടിയ നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം വളരെ ആശ്വാസകരമാകും. നേരത്തെ പലതവണ ഈ ഭാഗങ്ങളിലൊക്കെ തന്നെ ആന പതിയിരുന്ന് ആക്രമിക്കുന്നതും ഒപ്പം നിർമ്മാണ പ്രവൃത്തികൾ അല്ലെങ്കിൽ നിർമ്മിതികളൊക്കെ തന്നെ തകർക്കുന്നതുമായിട്ടുള്ള പരാതികൾ പലതവണ ഉണ്ടായിട്ടുണ്ട്. 2026 കാട്ടാനാക്രമണത്തിൽ മരിച്ച അനീഷിന്റെ വീട്ടുപറമ്പിൽ കണ്ടെത്തിയ ആനയുടെ കാൽപ്പാട് ഈ KM1-ന്റേതാണെന്നടക്കം സ്ഥിരീകരിച്ചിട്ടുണ്ട്. അങ്ങനെ നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം വളരെ പേടിപ്പിക്കുന്ന സംഭവമാണ് ആനയുടെ ആക്രമണവും ഇത്തരത്തിൽ ആന പലയിടങ്ങളിൽ പതിയിരിക്കുന്ന സംഭവം. അതുകൊണ്ട് തന്നെ പലതവണ ആനയെ പിടികൂടണം എന്നുള്ള ആവശ്യമുണ്ടായിരുന്നു. എന്തായാലും അതിലിപ്പോൾ ആശ്വാസകരമായ പിടികൂടാനുള്ള ഒരു തീരുമാനം സർക്കാരിന്റെ ഭാഗത്തുനിന്ന് വന്നിരിക്കുകയാണ്. ഉടൻ തന്നെ ആനയെ പിടികൂടി ഈ അനുയോജ്യമായ സ്ഥലത്തേക്ക് വിടുമെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ശരി, ഒരുപാട് നാളായി ഈ പ്രദേശത്ത് ഭീതി പടർത്തിയ മോഴയാനയാണ്. അതിനിപ്പോൾ പിടികൂടി ഈ ജനവാസ മേഖലയിൽ നിന്ന് അകലെ മറ്റെവിടെയെങ്കിലും വിടാനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഉടൻ തന്നെ അതിനുള്ള തീയതിയും നിശ്ചയിക്കും. ശരത് SS ആണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.